ഡാൻസ് മേക്കപ്പ് ഒക്കെ ചെയ്ത് അമ്പലത്തിൽ ചെന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയാണ് കേട്ടോ നമ്മുടെ അമ്മുക്കുട്ടിയും ഫ്രണ്ട്സും. ദേ കണ്ടില്ലേ ഗൈസ്, അമ്മുക്കുട്ടിയുടെ ഈ ഒരു കോസ്റ്റ്യൂമും മേക്കപ്പും ഒക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്നും കമൻറ്റ് ചെയ്യണം. എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. പിന്നെ ദേ ഈ ഒരു കോസ്റ്റ്യൂം നമ്മുടെ കാറ്റുമേലെ എന്നുള്ള ഡാൻസ് ഇല്ലേ, അതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. പാറുക്കുട്ടി വിശന്ന് തളർന്ന് നിൽക്കുകയാണ് ഗൈസ്. കുറേ നേരമായിട്ടോ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ട്. അപ്പോൾ പ്രോഗ്രാം തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റിങ്ങിലാണ്. ഇത് നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ള പൊന്നേറ്റ് ടെമ്പിൾ എന്ന് പറഞ്ഞൊരു അമ്പലമാണ് കേട്ടോ. നമ്മുടെ കടവന്ത്രയിലാണ് ഈ ഒരു അമ്പലം ഉള്ളത്. അപ്പം കഴിഞ്ഞ വർഷം നമ്മളിവിടെ കളിപ്പിച്ചായിരുന്നു. അതിൻ്റെ ഡാൻസൊക്കെ കണ്ടാണ് അല്ലേ നമ്മുടെ കൂട്ടുകാരൊക്കെ. അപ്പോൾ അതേ നമ്മുടെ അമ്മുക്കുട്ടിയെയും പാറക്കുട്ടിയെയും പോലെ അമ്പലത്തിലൊക്കെ പോയി ഡാൻസ് പ്രോഗ്രാം ചെയ്യുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാവും. അവരൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ആ ഒരു പ്രാക്ടീസ് സെഷനും പിന്നെ ഡാൻസ് കളിക്കുമ്പോഴുള്ള ആ ഒരു സന്തോഷമൊക്കെ അടിപൊളിയല്ലേ. അങ്ങനെ ഇഷ്ടമുള്ളവരൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മളാണ് കേട്ടോ ഈ മേക്കപ്പ് ഒക്കെ ചെയ്തത്. കൊള്ളാമെങ്കിൽ കമൻറ്റ് ചെയ്യണം ഗൈസ് എന്തായാലും കേട്ടോ. കൊള്ളത്തില്ലെങ്കിലും കമൻറ്റ് ചെയ്തേരെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്തേക്ക് കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാ കുട്ടികൾക്കും വിശേഷങ്ങൾ? ഒരുപാട് നാളായല്ലേ നമ്മൾ സംസാരിച്ചിട്ട്. ലൈവിലൊക്കെ വന്നിട്ട് കുറേ നാളായി. ആൻറ്റിക്ക് പോയിട്ട് സമയം കിട്ടുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ലൈവിലൊക്കെ വരാത്തത്. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഹായ് പറയാമോ എന്നൊക്കെ ചോദിച്ച് കമൻറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും സമയം കിട്ടുന്ന പോലെ ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ വന്നു. ഇതാണ് കേട്ടോ നമ്മുടെ ഡാൻസ് മാഷ്. അടിപൊളിയായിട്ട് ഡാൻസ് പഠിപ്പിക്കും കേട്ടോ. ഹൈഫിൽസ് ഡാൻസ് അക്കാഡമി എന്നാണ് ഡാൻസ് സ്കൂളിൻ്റെ പേര്. അപ്പോൾ ദേ മാഷിന് ദക്ഷിണയൊക്കെ കൊടുത്തു. എന്നിട്ട് ഡാൻസിൽ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് പ്രാക്ടീസ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അമ്മുക്കുട്ടി ഇങ്ങനെ ഫുൾ ടൈം ഡാൻസ് കളിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കുഞ്ഞാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഡാൻസ് കളിക്കാനായിട്ട്. അപ്പോൾ ട്രയൽ ചെയ്യുന്നത് നോക്കിക്കേ. ഇത് കഴിഞ്ഞിട്ട് സ്റ്റേജിൽ കയറുമ്പോൾ കളിക്കുന്നത് സൂപ്പറാണ് ഗൈസ്. ഇതിൻ്റെ ഡാൻസ് ആക്ച്വലി ഞാൻ ഇട്ടിട്ട് കുറേ നാളായി. ഇതിൻ്റെ ഡാൻസ് കണ്ടിട്ടുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ കുറേ നാളായിട്ട് ഇട്ടതാണ്. പക്ഷെ ഇപ്പോഴാണ് കേട്ടോ നമ്മുടെ ആ ഒരു ലെങ്തി വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ടുള്ള സമയം ആൻറ്റിക്ക് കിട്ടിയത്. പാറുക്കുട്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിശന്ന് നിൽക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ, തളർന്ന് നിൽക്കുവാണ്. പക്ഷെ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് പോയി കഴിക്കാനുള്ള സമയമൊന്നുമില്ല. കാരണം എപ്പോഴാണ് ഈ ഒരു ഡാൻസിന് വേണ്ടിയിട്ട് വിളിക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് ദേ എല്ലാവരും കട്ട പ്രാക്ടീസാണ് ഗീസ്, കട്ട പ്രാക്ടീസ്. എന്തായാലും പൊളിയല്ലേ. സ്കൂളിലെ പ്രോഗ്രാമിനാണെങ്കിലും അമ്പലത്തിലെ പ്രോഗ്രാമിനാണെങ്കിലും ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ ഡാൻസ് കളിക്കുന്നത് അടിപൊളിയല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ കലോത്സവങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം ശരിക്കും അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട് ഗൈസ്. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ എക്സാമൊക്കെ തുടങ്ങിയോ? ഇവിടെ പാറക്കുട്ടിയുടെയും അമ്മുക്കുട്ടിയുടെയും എക്സാമൊക്കെ തുടങ്ങി. ഇനി 2 എക്സാമും കൂടി ഉള്ളൂ കേട്ടോ, വെനസ്ഡേയും ഫ്രൈഡേയും. അപ്പോൾ അതെ ഡാൻസ് തുടങ്ങി. ഇതിൻ്റെ പാട്ട് എനിക്ക് ഇടാൻ പറ്റത്തില്ല ഗൈസ്, ഇതിനകത്ത് കോപ്പിറൈറ്റ് അടിക്കും. പക്ഷേ കോപ്പിറൈറ്റ് അടിച്ചാലും സാരമില്ല, നിങ്ങൾക്ക് വേണ്ടി കാണാനായിട്ട് ഞാനിത് സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടിട്ടില്ലാത്തവരൊക്കെ പോയി കണ്ടു നോക്കിക്കോളൂ. സൂപ്പർ ഡാൻസ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഡാൻസാണ്. ഇവർ ഭയങ്കര എൻജോയ് ചെയ്ത് എനർജറ്റിക് ആയിട്ട് അടിച്ച് പൊളിച്ച് കളിച്ചൊരു ഡാൻസാണ് കേട്ടോ ഇത്. എന്നാണ് നമ്മുടെ എക്സാമൊക്കെ കഴിയുന്നത്? എക്സാമൊക്കെ കഴിഞ്ഞാൽ 2 മാസം അടിച്ച് പൊളിക്കുകയല്ലേ. അപ്പം നിങ്ങൾ ഏതൊക്കെ ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നും ഏതൊക്കെ നാട്ടിലാണ് ഉള്ളതെന്നും ഒക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നാലല്ലേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ നമുക്ക് എവിടെയൊക്കെയാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളതെന്ന്. നമ്മൾ ഇവിടേക്ക് ഇടയ്ക്കൊക്കെ പോകുമ്പോഴത്തേക്കിനും ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ അടുത്ത് വരാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമാണ് നിങ്ങൾ അങ്ങനെ വരുമ്പോഴത്തേക്കിന്. ഞാൻ ഓടി ഒന്ന് ഫോട്ടോ എടുക്കും കേട്ടോ. എന്താണെന്നറിയാമോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെല്ലാം കാര്യം നിങ്ങൾ തരുന്ന ആ ഒരു സപ്പോർട്ട്. അതൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നിങ്ങളെ കാണുമ്പോൾ ഞാൻ അത് ഫോട്ടോ എടുത്ത് വെക്കുന്നതിൻ്റെ കാരണം അതാണ് കേട്ടോ. പിന്നെ ഈ ഡാൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഈ കാറ്റുമേള ഡാൻസ് ആരെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം കേട്ടോ. പാറക്കുട്ടി അമ്മുക്കുട്ടി ഇപ്പോൾ കുറേ പ്രാവശ്യം കളിച്ചു. പിന്നെ ഇനിയും പ്രോഗ്രാം വരുന്നുണ്ട് കേട്ടോ. അന്നേരം ഇപ്പോൾ വീണ്ടും ഈ പാട്ട് തന്നെ ആയിരിക്കും. പിന്നെ വേറൊരു പാട്ടും കൂടെ പഠിച്ചിട്ടുണ്ട്, അതും കൂടെ കളിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഹൈഫിൽസ് ഡാൻസ് അക്കാഡമിയിൽ നിന്ന് പഠിപ്പിക്കുന്നതാണ് കേട്ടോ. സാർ അടിപൊളിയായിട്ട് പഠിപ്പിക്കും, സൂപ്പറാണ്. പിന്നെ ആരുണ്ണിക എന്ന് പറഞ്ഞൊരു കുട്ടിയും സാലിഹ എന്ന് പറഞ്ഞൊരു കുട്ടിയും നിവേദ്യ, അഞ്ജന, നിരഞ്ജന, അങ്ങനെ ഒത്തിരി കുട്ടികളുണ്ട് കേട്ടോ. കുറേ പേരുടെ പേരെൻ്റെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കുറേ കുട്ടികൾ എപ്പോഴും ഇങ്ങനെ പറയും കമൻറ്റ് ചെയ്യുമോ എന്ന് ചോദിക്കും. ആൻറ്റി ശരിക്കും പേരൊക്കെ നോട്ട് ചെയ്ത് വെക്കും കേട്ടോ. ആൻറ്റി ഇങ്ങനെ സേവ് ചെയ്ത് വെക്കാറുണ്ട് പേരൊക്കെ. പക്ഷെ നമ്മൾ ഈ ധൃതി പിടിച്ച് പോകുമ്പോഴത്തേക്കിനില്ലേ എല്ലാവരുടെയും പേരും കൂടെ ഓർക്കത്തില്ല കേട്ടോ. അല്ലാതെ നിങ്ങളുടെ കമൻറ്റ് കാണാത്തോണ്ടോ അല്ലെങ്കിൽ ഹായ് തരാനായിട്ട് നമുക്ക് ജാടയുണ്ടായിട്ടോ ഒന്നുമല്ല കേട്ടോ. സമയം കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് ഹായ് തരാനായിട്ട് നമ്മൾ വൈകുന്നത്. എന്നാലും ആൻറ്റി പറ്റുന്ന പോലെ എല്ലാവർക്കും ഹായ് തരാം കേട്ടോ. പിന്നെ ഇത് ഡാൻസൊക്കെ കഴിഞ്ഞു. വിശപ്പ്
സഹിക്കാൻ മേലാതെ നമ്മൾ ഉത്സവക്കടയുടെ ഉത്സവത്തിന്റെ ആ ഒരു പരിസരത്ത് തന്നെ ഉത്സവക്കട ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ദേ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഇത് കോളിഫ്ലവർ ആണ് കേട്ടോ പാറുക്കുട്ടിയും അമ്മുക്കുട്ടിയും കഴിക്കുന്നത്. അതൊക്കെ കഴിച്ച് ദേ കണ്ടില്ലേ, ഈ ഒരു കടയിൽ നിന്നാണ് കേട്ടോ നമ്മൾ വാങ്ങിയത്. അപ്പോൾ ഭയങ്കര വിശപ്പെന്ന് പറഞ്ഞാൽ നിൽക്കാൻ വയ്യായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഡാൻസും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഭയങ്കരമായിട്ട് ടയേർഡായി. അങ്ങനെ ദേ രണ്ടുപേരും കോളിഫ്ലവർ ഒക്കെ എൻജോയ് ചെയ്ത് കഴിക്കുകയാണ്. അമ്മുക്കുട്ടിക്കും പാറുകുട്ടിക്കും കോളിഫ്ലവർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനിങ്ങനെ കോളിഫ്ലവർ വാങ്ങിയിട്ട് എപ്പോഴും ഇങ്ങനെ ബജി ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ബജിയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തേ ചെറിയൊരു മൊമെൻ്റ് ഒക്കെ നമുക്കുണ്ടായിരുന്നു കേട്ടോ. ആ മെറൂൺ കളർ സാരി എടുത്ത് നിൽക്കുന്ന ആരാന്നറിയോ? നമ്മുടെ ദിവ്യോണി ഇല്ലേ, ഫിലിം ആക്ട്രസ് ദിവ്യോണിയുടെ അമ്മയാണ് കേട്ടോ. നമ്മുടെ പൊന്നേത്തമ്പലത്തിൻ്റെ അടുത്താണ് ദിവ്യോണിയുടെ വീട്. അപ്പോൾ ആ ആൻറ്റിയാണ് കേട്ടോ കുട്ടികൾക്ക് മൊമെൻ്റ് ഒക്കെ കൊടുത്തത്. പിന്നെ അമ്മക്കുട്ടിയുടെ പാറുക്കുട്ടിയുടെയും ഡാൻസിൻ്റെ സാറും പിന്നെ നമ്മുടെ മൃദംഗനാഥത്തിൻ്റെ ഡാൻസില്ലേ ആ പഠിപ്പിച്ച ടീച്ചറുമാണ് കേട്ടോ അവിടെ നിന്നത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ദേ പാറുക്കുട്ടിക്കും അമ്മുക്കുട്ടിക്കും ടോയ്സ് വേണമെന്നും പറഞ്ഞുകൊണ്ട് ദേ നമ്മൾ ടോയ് കടയുടെ മുന്നിൽ വന്നിങ്ങനെ നിൽക്കുക കേട്ടോ. പക്ഷെ നമ്മളവിടെ നോക്കിയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റിയ ടോയ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നാളെ വന്നിട്ട് ഒന്നുകൂടെ സെർച്ച് ചെയ്തിട്ട് വാങ്ങാമെന്നും പറഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ടാറ്റാ.